മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ബീഹാർ വോട്ട് അധികാർ യാത്ര കൊഴുപ്പിക്കാൻ കോൺഗ്രസും ഇന്ത്യ സഖ്യവും നാളെ മുതൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളും എൻഡിഎ ഇതര മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. അതേസമയം എൻഡിഎ സഖ്യത്തിന്റെ സീറ്റ് നിർണയ ചർച്ച അവസാന ഘട്ടത്തിലാണ്. ജെഡിയുവും ബിജെപിയും തുല്യ സീറ്റിൽ മത്സരിക്കുമ്പോൾ 40 സീറ്റ് വേണമെന്ന് എൽജെപി നേതാവ് ചിരാഗ് പാസ്വാന്റെ ആവശ്യവും ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. രാകേഷ് തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, ഒരു പക്ഷത്ത് വലിയ ശക്തമായ യാത്രയുമായി, പ്രചാരണ യാത്രയുമായി, വോട്ട് അധികാർ യാത്രയുമായി കോൺഗ്രസ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോവുകയാണ്. അതിന് ഇടയിൽ ഇപ്പോൾ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് എൻഡിഎയിലും വലിയ ചർച്ച നടക്കുന്നു. എങ്ങനെയാണ് സമഗ്രമായ വിവരങ്ങൾ? അടുത്ത മാസം ഏതാണ്ട് ഇതേ സമയത്ത് ബീഹാർ വലിയ തോതിലുള്ള പ്രചാരണത്തിലേക്ക് കടക്കും. കാരണം ഈ ഏതാണ്ട് അടുത്ത മാസം അവസാനത്തോടുകൂടി ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കളം ഒരുക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്രയ്ക്ക് വലിയ പിന്തുണ ബീഹാറിലെമ്പാടും ലഭിക്കുന്നുണ്ട്. ആ യാത്ര ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഏതായാലും രാഹുൽ ഗാന്ധി അദ്ദേഹം എന്തിൻ്റെ പേരിൽ ഈ യാത്ര നടത്തുന്നോ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല കൂടുതൽ വിമർശനങ്ങൾ, ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ സർക്കാരിനും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ നടത്തുകയും ചെയ്യുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒപ്പം ചേർന്നുകൊണ്ട് ബിജെപി സംഘടിതമായി വോട്ടുകൊള്ള നടത്തുന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളടക്കം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസവും ഉന്നയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല കമ്മീഷനെതിരെയും വലിയ തോതിൽ വിമർശനം രാഹുൽ ഗാന്ധി ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കൂടുതൽ നേതാക്കളെ രംഗത്തിറക്കുകയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും. കാരണം ഇതുവരെ പല നേതാക്കളും രാഹുൽ ഗാന്ധിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യാത്രയെങ്കിൽ അടുത്ത ദിവസങ്ങൾ തൊട്ട് കൂടുതൽ ദേശീയ നേതാക്കളെ രംഗത്തിറക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി, അവർ അടുത്ത 2 ദിവസവും രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ യാത്രയുടെ ഭാഗമാകും. പ്രധാനമായും മധുബനി ഒപ്പം തന്നെ സുപോൾ ജില്ലകളിലാണ്, വടക്കൻ ബീഹാറിലെ ഈ 2 ജില്ലകളിലാണ് രാഹുലിനൊപ്പം പ്രിയങ്ക യാത്ര ചെയ്യുക. അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസ് മുഖ്യമന്ത്രിമാരല്ല, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ മുഖ്യമന്ത്രിമാരും മറ്റു നേതാക്കൾ കൂടി ഈ യാത്രയ്ക്ക് എത്തുകയാണ്. അതായത് 27-ാം തീയതി MK സ്റ്റാലിൻ രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ യാത്രയുടെ ഭാഗമാകും. അത് കഴിഞ്ഞാൽ 30-ാം തീയതി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എത്തുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ ഹേമന്ത് സോറൻ അടക്കമുള്ള മുഖ്യമന്ത്രിമാരും ഈ യാത്രയുടെ ഭാഗമാക്കും. അങ്ങനെ ഈ യാത്ര ഒരു പ്രചാരണ പരിപാടി, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടിയാക്കി മാറ്റുകയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും. മറുവശത്ത് സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ NDA മുന്നണിയുടെ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ JDUവും ഒപ്പം തന്നെ BJPയുമാണ്. കഴിഞ്ഞ തവണ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചത് JDU ആയിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, തുല്യമായി സീറ്റ് പങ്കിടാം എന്നൊരു ധാരണയിലേക്കാണ് ഈ 2 പാർട്ടികളും എത്തിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ തവണ 115 സീറ്റിൽ JDUവും 110 സീറ്റിൽ BJPയുമാണ് മത്സരിച്ചിരുന്നത്. പക്ഷേ കൂടുതൽ സീറ്റുകൾ ലഭിച്ചതെന്ന് BJPക്കായിരുന്നു. 74 സീറ്റ്, JDUവിന് 43 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. പക്ഷേ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന നിലപാടിലേക്ക് അന്ന് BJP എത്തിച്ചേരുകയായിരുന്നു. ഏതായാലും അന്ന് ഈ സഖ്യത്തിന്റെ ഭാഗമാകാതെ പുറത്തു നിന്ന് മത്സരിച്ച ചിരാഗ് പാസ്വാൻ, അദ്ദേഹത്തിന്റെ LJP ഇത്തവണ മുന്നണിക്കൊപ്പമുണ്ട്. JDUവുമായി കഴിഞ്ഞ തവണ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് മുന്നണിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഇപ്പോഴും JDUവുമായുള്ള അഭിപ്രായ ഭിന്നത അവസാനിച്ചിട്ടില്ല. പക്ഷേ നരേന്ദ്രമോദിയാണ് തന്റെ നേതാവെന്ന് പലപ്പോഴായി ചിരാഗ് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണ ഏതായാലും ചിരാഗ് പാസ്വാനെ മുന്നണിക്കൊരു തലവേദന ഉണ്ടാക്കുന്നത് 40 സീറ്റുകൾ അവർ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ആ 40 സീറ്റ് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയെങ്കിൽ ചിരാഗ് പാസ്വാന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് നിർണായകമാണ്. ഒരുപക്ഷെ JDUവിനെതിരെ ചില മണ്ഡലങ്ങളിലെങ്കിലും അദ്ദേഹം സ്ഥാനാർത്ഥികളെ നിർത്തുമോ കഴിഞ്ഞ തവണത്തേതുപോലെ എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. അങ്ങനെ 40 സീറ്റുകൾ അവർക്ക് നൽകുകയാണെങ്കിൽ മറ്റു ചെറു പാർട്ടികൾ, പ്രത്യേകിച്ച് ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിയുണ്ട്, ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിയുണ്ട്, അവരെയൊക്കെ പരിഗണിക്കുന്ന കാര്യം NDAക്ക് ഒരു തലവേദനയാകും. ഏതായാലും NDA നേതാക്കൾ ഇപ്പോൾ പറയുന്നത് സീറ്റ് വിഭജന ചർച്ച അവസാന ഘട്ടത്തിലാണെന്നാണ്. രാകേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയ്ക്കിടെ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചിരി പടർത്തി RJD നേതാവ് തേജസ്വി യാദവ്. കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ ഒരു പ്രത്യേക വ്യക്തിയുടെ ഹനുമാനാണ്, ഞങ്ങൾ പൊതുജനങ്ങളുടെ ഹനുമാനാണ്. ചിരാഗ് പാസ്വാൻ ഇന്നൊരു പ്രശ്നമല്ല, ഞാൻ തീർച്ചയായും അദ്ദേഹത്തെ ഉപദേശിക്കും, ഞങ്ങളുടെ മൂത്ത സഹോദരനാണ്, എത്രയും വേഗം വിവാഹം കഴിക്കണം എന്നായിരുന്നു തേജസ്വിയുടെ പ്രതികരണം. എനിക്കും ഇത് ബാധകമാണ് എന്ന് രാഹുലിന്റെ പ്രതികരണവും കൂടുതൽ തമാശയ്ക്ക് ഇടവെച്ചു. 2 വർഷം മുമ്പ് ലാലു പ്രസാദിൽ നിന്ന് സമാനമായ ഒരു നിർദ്ദേശം തനിക്ക് ലഭിച്ചിരുന്നതായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. അരാരിയ ജില്ലയിലാണ് ഇരു നേതാക്കളും മാധ്യമങ്ങളെ കണ്ടത്. भाई वो तो हनुमान किनके हैं आपको तो पता ही है, उन पे ज्यादा हम नहीं बोलेंगे. हम लोग तो जनता के हनुमान है, वो व्यक्ति विशेष के हनुमान हो सकते हैं. देखिए, हम चाहेंगे कि मुद्दे पे बात हो. चिराग पासवान आज का इशू नहीं है, मुद्दा नहीं है, ना जनता उनको पूछती है. आज लोग
लोकतंत्र की हत्या की जा रही है, संविधान को मिटाया जा रहा है। तो चिराग पासवान से अगर आप सवाल जो पूछ रहे हैं, हम इस पे कोई टिप्पणी नहीं करेंगे, लेकिन उनको सलाह जरूर देंगे। हमारे बड़े भाई जल्द से जल्द शादी कर लें। मेरे लिए भी एप्लीकेबल है। नहीं चल रही है इसके फादर के साथ।